Hey, thank you എല്ലാവരും ഇവിടെ വന്നതിന്. ആൻഡ് ഇറ്റ്സ് സോർട്ട് ഓഫ് അൺപ്ലാൻ. ഞാൻ ദുബായിൽ ആക്ച്വലി മറ്റൊരു സിനിമയുടെ ഷൂട്ടിങ്ങിലാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ച മറ്റൊരു സിനിമയുടെ റിലീസുമായിട്ട് അനുബന്ധപ്പെട്ട് മറ്റൊരു സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ ഇതുപോലൊരു ഇൻഫ്ലുവൻസേഴ്സ് മീറ്റിന്റെ ഭാഗമാകാൻ സാധിക്കുക എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും വലിയ സന്തോഷം. ഗ്ലാഡ് ഓൾ ഓഫ് യു കുഡ് മേക്ക് ഇറ്റ്. ഐ നോബഡി എന്ന് പറയുന്ന സിനിമയുടെ ഇൻഫാക്ട് ഞാൻ ആക്ച്വലി ആ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് നിസാം ബഷീർ എന്ന സംവിധായകനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നിസാമിന്റെ ആദ്യത്തെ സിനിമയായ കെട്ടിയോളാണ് എന്റെ മാലാഖ എന്ന് പറഞ്ഞ സിനിമയിൽ അത് എന്റെ സുഹൃത്ത് ലിസ്റ്റൻ സ്റ്റീഫൻ നിർമ്മിച്ച് ആസിഫ് അഭിനയിച്ച സിനിമയാണ്. പക്ഷെ ആ സിനിമയിൽ ഐ വാസ് ഇൻവോൾവ് ഇൻ എ ഫ്യൂ വേസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സിനിമ സൃഷ്ടിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ അതുമായിട്ട് അടുത്ത് നിൽക്കാൻ സാധിച്ചതുകൊണ്ട് മലയാള സിനിമയ്ക്ക് വളരെ ഒറിജിനൽ ആയിട്ടുള്ള, വളരെ ടാലന്റഡ് ആയിട്ടുള്ള, ഭയങ്കര റിയലി ഔട്ട് ഓഫ് ദ വേ ആയിട്ടുള്ള ക്രാഫ്റ്റ് ഉള്ള ഒരു സംവിധായകൻ വരുന്നുണ്ട് എന്നുള്ളത് അന്ന് എനിക്ക് തോന്നി. ആൻഡ് ഇൻഫാക്ട് കെട്ടിയോളാണ് എന്റെ മാലാഖ എന്ന സിനിമയ്ക്ക് ശേഷം നിസാം അടുത്തത് എന്നെ കാണാൻ വരുന്നത് നിസാമിന് ഒരു സിനിമ നിർമ്മിക്കാനാണ്. നിസാമിന്റെ തന്നെ ഒരു കൂടെയുള്ള ഒരു സംവിധാന സഹായി സംവിധാനം ചെയ്ത് നിസാമിന്റെ ഒരു ഡെബ്യൂ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ആദ്യം എന്നെ കാണാൻ വരുന്നത്. അപ്പൊ ആ സിനിമയുടെ ചർച്ചകൾക്കിടയിലും എനിക്ക് തോന്നി ഇയാളൊരു വളരെ നല്ല ഫിൽം മേക്കർ ആണല്ലോ എന്ന് എനിക്ക് അന്നും തോന്നിയിരുന്നു. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു കഥ എൻ്റെ അടുത്ത് പറയാൻ നിസാമും അതുപോലെ തന്നെ ട്രൂലി ഒറിജിനൽ ആയിട്ട് ചിന്തിക്കുന്ന ഒരു റൈറ്റർ സമീറും രണ്ടുപേരും കൂടി എന്നെ കാണാൻ വന്നതാണ്. അപ്പൊ എനിക്ക് ഈ സിനിമയുടെ കഥ ഞാൻ ആദ്യം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ആക്ച്വലി ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം. ഞാനിത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഓഫർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് പ്രൊട്ടക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നിസാമിനോട് ദിസ് എ വേർഡ് ഐ യൂസ്ഡ് ബിക്കോസ് ഐ വാസ് സോ എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ് ആസ് എൻ ആക്ടർ ദാറ്റ് ഐ വാണ്ടഡ് ടു മേക്ക് ഷുവർ ഇത് വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് വേണ്ട രീതിയിൽ വേണ്ടതുപോലെ ചെയ്ത് റിലീസ് ചെയ്യേണ്ട ഒരു സിനിമയാണ് എന്നുള്ളത്. സോ ഇന്നും ഞാൻ പണ്ട് ഗുരുവായൂരമ്പല നടയിലെ സക്സസ് മീറ്റിന് ഐ നോബഡി എന്ന സിനിമയെ കുറിച്ച് പറഞ്ഞു തന്നെയാണ് ഇന്നും എനിക്ക് പറയാനുള്ളത്. ഐ ആം സോ മച്ച് മോർ എക്സൈറ്റഡ് അബൌട്ട് ദിസ് ഫിലിം ആസ് എൻ ആക്ടർ ദാൻ ആസ് എ പ്രൊഡ്യൂസർ. അപ്പോ അതിൽ ഐ എം താങ്ക്ഫുൾ ദാറ്റ് സമീർ റോട്ട് രാജീവൻ ആൻഡ് ഐ എം താങ്ക്ഫുൾ ദാറ്റ് നിസാം സോ രാജീവൻ ഇൻ മീ. ആൻഡ് ഈ സിനിമയോ രാജീവനോ ഒന്നും തന്നെ കുറച്ചധികം ആൾക്കാർ ഒപ്പം ഉണ്ടായിരുന്നില്ലെങ്കിൽ അത് നടക്കില്ലായിരുന്നു. ആൻഡ് ദാറ്റ് ഇൻക്ലൂഡ്സ് ഇന്നിവിടെ എന്നോടൊപ്പമുള്ള സഞ്ജു ശിവറാം എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത് സഞ്ജു. ഒരുപാട് ആക്ടേഴ്സ് ഉള്ള ഒരു വലിയ കാസ്റ്റ് ഉള്ള 10-60ഓളം ആക്ടേഴ്സ് ഉള്ള ഒരു ഹോസ്റ്റ് ഓഫ് എക്സ്ട്രീംലി സ്കിൽഡ് ടെക്നീഷ്യൻസിന്റെ ടോപ്പ് ഓഫ് ദി ലൈൻ വർക്ക് ഉള്ള ഒരു റിയലി ഒറിജിനൽ സിനിമയാണ് ഐ നോബഡി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ അഭിപ്രായങ്ങൾ ശരിയാണ് എന്ന് ജൂലൈ 9 മുതൽ ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേക്ഷകർക്ക് തോന്നട്ടെ. താങ്ക് യു. സഞ്ജു ഐ നോബഡിയിലും ഉണ്ട്, ഇപ്പോൾ ഖലീഫയിലും ഉണ്ട് രാജുവേട്ടന്റെ കൂടെ. നമ്മളിത് എന്തായാലും ഐ നോബഡിയെ കുറിച്ചാണ് ഞങ്ങൾക്ക് ഇപ്പോൾ സഞ്ജുവിന്റെ കേൾക്കാനുള്ളത്. സഞ്ജുവിന് എന്താണ് പറയാനുള്ളതെന്ന്? ഐ നോബഡിയെ പറ്റി സത്യമായി ഒരുപാട് പറയാനുണ്ടായി. കാരണം ഈ ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പേഴ്സണലി ഇത് കണ്ടിട്ട് ഞാൻ ആദ്യം നിസാമിനോട് രാജുവിനോട് ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഈ സിനിമയുടെ ഇതുവരെ കണ്ടിട്ടുള്ള റഷസും അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തിട്ടുള്ള പോർഷൻസ് കണ്ടിട്ട് എനിക്ക് തോന്നിയത് ഈ ട്രെയിലറിനേക്കാൾ ഒത്തിരി നല്ലതാണ് ആ സിനിമ. ഈ ട്രെയിലറിന് ആ സിനിമയോളം നന്നാവാൻ പറ്റിയിട്ടുള്ളത്. കാരണം അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് ആ സിനിമ മേക്ക് ചെയ്തിരിക്കുന്നത്. ആൻഡ് നിസാം ബഷീർ എന്ന് പറയുന്ന ഡയറക്ടർ എനിക്ക് എൻ്റെ കരിയറിൽ എനിക്കൊരു സെക്കൻഡ് ഇന്നിങ്സ് തന്നത്, അല്ലെങ്കിൽ എനിക്കൊരു ഡൗൺ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് എന്നെ ഒരു നെക്സ്റ്റ് സ്റ്റിൻഡിലേക്ക് എന്നെ കൊണ്ടുപോയത് നിസാം ബഷീറാണ്. ആ സിനിമ കണ്ടിട്ടാണ് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ ഈ സീനിയർ ആക്ടേഴ്സിനോട് ഭയങ്കര സ്നേഹം തോന്നുകയും ഭയങ്കര ഇൻഫ്ലുവൻസ് ആയിരുന്നു. അപ്പൊ അങ്ങനെ രാജുവേട്ടൻ ഹൂസ് ടു യങ് ടു ബി വാട്ട് ഈസ്. കാരണം ഈ ഒരു പ്രായത്തിൽ തന്നെ അദ്ദേഹം ഒരുപാട് മേഖലകൾ കൈവച്ച് നമുക്ക് ഒരുപാട് അല്ലെങ്കിൽ അഭിമാനം തോന്നുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം എനിക്കൊരു മെസ്സേജ് അയക്കുകയും ഞാനത് സിനിമ കണ്ടു, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറയുമ്പോൾ ഞാനത് സ്ക്രീൻഷോട്ട് എടുത്തോട്ടെ, ഞാനത് പോസ്റ്റ് ചെയ്തോട്ടെ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ് ചെയ്തത്. കാരണം ദാറ്റ് വാസ് എൻ അച്ചീവ്മെന്റ് ഫോർ മീ. അതെനിക്ക് കിട്ടുന്ന ഒരു റെക്കഗ്നീഷൻ ആയിരുന്നു. അത് ഞാൻ എത്രയോ വർഷം മുമ്പ് ആഗ്രഹിച്ചാണ്. ആൻഡ് ഐ ഹാവ് ബീൻ മാനിഫെസ്റ്റിംഗ് ദിസ് ഫോർ മേ ബി ഞാൻ സിനിമയിൽ വന്ന ശേഷം ടോവിയാണ് എന്നോട് രാജുവേട്ടനെ പേരോട് ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ മൺസൂൺ മാംഗോസ് എന്ന സിനിമയും. അപ്പം അന്ന് മുതൽ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് സംഭവിക്കുന്നതും. ഞാൻ 2026 എന്ന് പറയുന്ന വർഷം തുടക്കം മുതൽ ഐ ഹാവ് ബീൻ വിത്ത് ദം. അതും നമ്മൾ പ്ലാൻ ചെയ്തതോ ആലോചിച്ചതോ കാര്യങ്ങളൊന്നുമല്ല. അത് നമ്മൾ സ്കൂൾ ഡേയ്സ് മുതൽ ഞാൻ കണ്ട ആദ്യം ഒരു സ്റ്റോപ്പ് വയലൻസിന്റെ പോസ്റ്റർ
ഞാനത് എപ്പോഴും പറയുന്നതാണ്. തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിന്റെ അവിടെ ഒരു വലിയൊരു ഫ്ലെക്സ് ഉണ്ടായിരുന്നു. അന്ന് അങ്ങനെ അത്രയും വലുത് ലാലേട്ടൻ്റെ അല്ലാതെ അങ്ങനത്തെ ഫ്ലെക്സ് ഒന്നും ആർക്കും വരാറില്ല. അന്ന് അവിടെ കണ്ട് ഞാനും എൻ്റെ സുഹൃത്തും കൂടി നോക്കി നിന്ന് ഞങ്ങൾ പറഞ്ഞ ഒരു വാചകമുണ്ട്. അതായത് നമ്മൾ രാജാവിന്റെ മകനിലേക്ക് ലാലേട്ടനെ കാണുന്ന ഒരു ആൾക്കാർ എന്ന് പറയുന്ന അല്ല, അവിടെ നിന്നുകൊണ്ട് അങ്ങനത്തെ ഒരു ഫാൻ ബോയ്ക്ക് ഇങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര അഭിമാനമുള്ള കാര്യമാണ്. ആൻഡ് നോബഡി ഞാൻ ഇതുവരെ അഭിനയിച്ചിട്ടുള്ള ഏറ്റവും നല്ല സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വളരെ കുറച്ച് ഭാഗങ്ങളിൽ മാത്രമേ ഉള്ളൂ, പക്ഷെ ഞാനത് ചോദിച്ച് വാങ്ങിച്ച റോളാണെന്ന് ഞാൻ അഭിമാനത്തോട് പറയും. കാരണം അത് അത്ര നല്ല സിനിമയാണ് ഇത്. ട്രെയിലർ കണ്ടപ്പോൾ ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഞങ്ങളും. അതുമാത്രമല്ല, ആഫ്റ്റർ എ ലോങ് ടൈം പാർവതി തിരുവോത്ത് ആൻഡ് രാജുവേട്ടൻ ടുഗെദർ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ജൂലൈ 9th രാജുവേട്ട ഇവിടെ ഉള്ളത് നമ്മുടെ UAE ഇൻഫ്ലുവൻസേഴ്സ് ആണ്. നമ്മുടെ ഓരോ മൂവി റിലീസിലും നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സിന് ഒരു വലിയ പ്രാധാന്യം തന്നെയുണ്ട്. അതായത് വീക്കെൻഡ് ആകുമ്പോൾ എല്ലാവരും മൂവീസ് കാണും, റിവ്യൂസ് ഇടും. ഇവരുടെ റിവ്യൂസ് കണ്ടിട്ട് ആളുകൾ മൂവിക്ക് നല്ല സപ്പോർട്ടാണ് ഇൻഫ്ലുവൻസേഴ്സിന്റെ സൈഡിൽ നിന്ന്. അപ്പം സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഷോർട്ട് നോട്ടീസിൽ പെട്ടെന്ന് കിട്ടിയതാണ് രാജുവേട്ടൻ്റെ ഈ ഷൂട്ടിന്റെ ടൈമിൽ. അവർക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ ചോദിക്കാനുണ്ട് രാജുവേട്ടൻ്റെ അടുത്ത്. സോ ഷാൽ വി സ്റ്റാർട്ട്? ഹായ്. ഓക്കെ ഫൈൻ. അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ബഹുമാനിച്ചിട്ടിരിക്കാന്ന് വിചാരിച്ചു. അപ്പോൾ 2021 ബ്രഹ്മം മൂവി എനിക്ക് ആക്ച്വലി ഭയങ്കര ദൂരെ നിന്നിട്ടാണ് കാണാൻ സാധിച്ചത്. ഇവിടെ എനിക്ക് തോന്നുന്നു മൂവി ഇറങ്ങിയതിന് ശേഷം വന്നിട്ടുണ്ടായിരുന്നു പ്രൊമോഷന്. അപ്പൊ ഇന്ന് ഇത്രയും അടുത്തൊന്ന് കാണാൻ സാധിക്കുന്നു, ഒരുപാട് സന്തോഷം. ടൈറ്റിൽ തന്നെ ഭയങ്കര പ്രോമിസിംഗ് ആണ്. ഞാൻ ആദ്യം നീതിനോട് ചോദിച്ചത് ഇത് ഐ നോബഡി എന്നാണോ വായിക്കുക, ഇനോബഡി എന്നാണോ വായിക്കുക? കാരണം നമുക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ട്രെയിലർ കണ്ടപ്പോൾ അതിലും തന്നെ ഭയങ്കര ത്രില്ലിങ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, കുറച്ച് നെർവസ് ആണ്, നമ്മൾ ഇത്ര അടുത്തുനിന്ന് കാണുന്നതുകൊണ്ടാണ്, സോറി. നമ്മുടെ പാർവതി ആൻഡ് രാജുവേട്ടൻ ഒന്നിച്ചുള്ള മൂവി നമ്മൾ ഒരുപാട്, ഇപ്പോഴും എന്നും നിന്റെ മൊയ്തീൻ, ആ മൂവിയിൽ തന്നെ ഒരുപാട് സോങ് ആയിക്കോട്ടെ, ഡയലോഗ് ആയിക്കോട്ടെ, റൊമാൻറ്റിക് സീൻസ് ഇന്നും നമ്മൾ പ്രേക്ഷകര് മനസ്സിൽ കൊണ്ടു നടക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. ഈ ഒരു മൂവി ത്രില്ലർ ആണെങ്കിൽ പോലും ഇതിൽ എന്തെങ്കിലും ഒരു ഇമോഷണൽ കണക്ഷൻ അല്ലെങ്കിൽ അതേപോലെ നമുക്ക് അങ്ങനെയുള്ള ഒരു മെമ്മറബിൾ മൊമെന്റ് എന്തെങ്കിലും കാണാൻ സാധിക്കുമോ? കൂടുതൽ പറയാൻ സാധിക്കില്ലെന്നറിയാം, എന്നാലും അങ്ങനെ എന്തെങ്കിലും നമുക്കൊന്നും മനസ്സിലായിട്ടില്ല. കുറേ ത്രില്ലർ സംഭവങ്ങളുണ്ട്, കുറച്ച് എനിക്ക് തോന്നുന്നു സെന്റിമെന്റ്സ് എല്ലാം അങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നമുക്കിതിൽ പ്രതീക്ഷിക്കാമോ? ഇത് ഈ സിനിമ ആക്ച്വലി ഒരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കുറച്ചധികം ഇമോഷണൽ റിലേഷൻഷിപ്സിന്റെ ഒരു ജേർണി കൂടിയാണ് ഈ സിനിമ. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഷെയർ ചെയ്യുന്ന രണ്ട് കഥാപാത്രങ്ങൾ രാജീവനും മീരയുമാണ്. പാർവതിയും ഞാനും ചെയ്ത കഥാപാത്രങ്ങളാണ്. പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ടിപ്പിക്കൽ ലവ് സ്റ്റോറി അല്ല. ഹസ്ബൻഡ് ആൻഡ് വൈഫ്, എന്നാൽ ഒരു ടിപ്പിക്കൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് സ്റ്റോറിയും അല്ല. ഈവൻ അവരുടെ തന്നെ അവർക്കിടയിലുള്ള കഥ പോലും അങ്ങനെ ഒരു ടിപ്പിക്കൽ ഹസ്ബൻഡ് വൈഫ് സ്റ്റോറി അല്ല. അപ്പോ ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോ ദ ഫസ്റ്റ് തിങ് ഓൾ ഓഫ് us knew was that ഏത് ക്യാരക്ടറിനാണെങ്കിലും we have to cast somebody who can hold his or her own in that space എന്നുള്ളത്. അപ്പോൾ in simple language we wanted really good actors to be playing every character. അപ്പോൾ മീര എന്ന് പറയുന്ന കഥാപാത്രത്തിന് നിസാം പാർവതിയുടെ പേര് പറഞ്ഞപ്പോൾ none of us had an option to suggest. എന്നാ പിന്നെ പാർവതിക്ക് പകരം ഇങ്ങനൊരു ഓപ്ഷൻ ആയാലോ, പാർവതി നോ പറഞ്ഞാൽ വിൽ സ്റ്റാർട്ട് തിങ്ക് ഓഫ് എൻ ഓപ്ഷൻ എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ആസ് ഓൾവേസ് ഐ ഹവ് നോൺ ഹർ ഫോർ എ ലോങ് ടൈം നൗ. ഷീ ഈസ് എ വെരി ഇന്റലിജന്റ് ആക്ടർ. അപ്പൊ പാർവതി ഒരു സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞാൽ ദിസ് ഇസ് എ ഫിലിം ദാറ്റ് ഡിസേർവ്സ് ടു ബി മെയ്ഡ്, അതിൽ എന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ആൻഡ് ഇഫ് ദാറ്റ് ഇസ് ഗോയിങ് ടു ഹെൽപ്പ് ദ ഫിലിം ഐ എം ഗോയിങ് ടു ഡു ദാറ്റ് എന്ന തീരുമാനം എടുക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ് പാർവതി. ആൻഡ് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, ഷീ ഈസ് എൻ അമേസിംഗ് ആക്ടർ, ഈസ് എ റിയലി ഗുഡ് ആക്ടർ. ആൻഡ് പാർവതി ഈ ക്യാരക്ടറിനെ കൊണ്ടുവന്നിരിക്കുന്ന ഡെപ്തും ആ ഡെപ്ത് ഈ സിനിമയ്ക്ക് നൽകിയിരിക്കുന്ന ഒരു കോംപ്ലക്സിറ്റിയും ഭയങ്കരമായി ഈ സിനിമയെ ഗുണകരമായി ബാധിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ലൈക്ക് ഐ സെഡ്, നിങ്ങൾ എന്നുമിന്റെ മൊയ്തീൻ പോലെയൊക്കെ ഒരു ടിപ്പിക്കൽ പൃഥ്വിരാജ് പാർവതി ലവ് സ്റ്റോറി ഒന്നും പ്രതീക്ഷിച്ച് പോകരുത്. ബട്ട് there are a lot of good scenes where both of us had a ball being in it together. രാജുവേട്ടാ നമസ്കാരം. എനിക്ക് ചോദിക്കാനുള്ളത്, നിസാം ബഷീറിന്റെ ഫസ്റ്റ് മൂവിയായ കെട്ടിയോള എന്ന മലാഹ ശരിക്കും ഭയങ്കര റോ ഇമോഷൻസ് നമുക്ക് സ്ക്രീനിൽ കാണിച്ചായിരുന്നു. സെക്കൻഡ് മൂവി നോക്കുകയാണെങ്കിൽ തിയേറ്ററിൽ ഇത്ര നല്ലൊരു എക്സ്പീരിയൻസ് എന്നൊരു സിനിമ ആ അടുത്ത് തന്നെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു, തിയേറ്റർ എക്സ്പീരിയൻസ് റോഷാക്ക്. അപ്പം അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ സിനിമയായിട്ട് രാജുവേട്ടൻ്റെ അടുത്ത് പിച്ച് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ്, ഇപ്പൊ ഏതാണ് രാജുവേട്ടൻ ഇംപ്രസ് ചെയ്തത്? ഇതിന്റെ സ്റ്റോറി ലൈൻ ആണോ, ഇതിലുള്ള ക്രൂ മെമ്പേഴ്സിനാണോ, അതോ ഇതിന്റെ സ്ക്രിപ്റ്റ് ആണോ? എന്തായിരുന്നു ഏറ്റവും ആദ്യം ഇംപ്രസ് ചെയ്യിച്ചത്?
എല്ലാ സിനിമകളും നമ്മൾ ആദ്യം ഒരു കഥ കേൾക്കുന്ന പോലെയാണ് എല്ലാവരും കേൾക്കുക. ആൻഡ് യു സീ ഇഫ് യു റിലേറ്റ് ടു ദാറ്റ് സ്റ്റോറി, ആ കഥ ഇഷ്ടപ്പെട്ടോ എന്നുള്ളതാണ്. പക്ഷെ സിനിമയെ സംബന്ധിച്ചിടത്തോളം കഥ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലിറ്റിൽ മോർ കോംപ്ലക്സ് ദാൻ ദാറ്റ്. കഥ വളരെ ഒരു സാധാരണ കഥയായിരിക്കാം, പക്ഷെ അതിന്റെ ഒരു സ്ക്രീൻ പ്ലേയിലായിരിക്കാം ദാറ്റ് ഇറ്റ് ബിക്കംസ് ഇൻട്രസ്റ്റിംഗ്. അത് നറേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലായിരിക്കാം ദാറ്റ് ഇറ്റ് ബിക്കംസ് ഇൻട്രസ്റ്റിംഗ്. ചിലപ്പോൾ വളരെ അസാധാരണമായ കഥകളുള്ള സിനിമകൾ ഒട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വ്യൂയിങ് എക്സ്പീരിയൻസ് നമുക്ക് തന്നുകൊള്ളുന്നില്ല. അങ്ങനെയും ഉദാഹരണങ്ങളുണ്ട്. ഐ നോബഡിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ദ വേ സമീർ ഹസ് റിട്ടൺ ദി സ്ക്രീൻ പ്ലേ. അത് ഞാൻ വളരെ പണ്ട് പറഞ്ഞതുപോലെ ഇത് നമുക്ക് പരിചിതമായ ഒരുപാട് ജോണറുകളെ കൂട്ടിയിണക്കി ഒട്ടും പരിചിതമല്ലാത്ത രീതിയിൽ കഥ പറയുന്ന ഒരു സിനിമയാണ്. അപ്പൊ അത് ഓൺ പേപ്പർ അതുണ്ട്. സമീർ എഴുതിയിരിക്കുന്ന സ്ക്രീൻ പ്ലേ എഴുതിയിരിക്കുന്നത് ആ പാറ്റേണിലാണ്. ആൻഡ് ദാറ്റ് ഐ തോട്ട് വാസ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഭയങ്കര ഒറിജിനൽ ആയിട്ട് തോന്നി. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ്, ഇത് നിസാം ഇത് ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു ബ്രീഫ് ഒന്ന് കഥ കേട്ടപ്പോൾ തന്നെ എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഐ എം ഓൾസോ സംബഡി ഹൂസ് ട്രൈങ് ടു ബി ഫിൽം മേക്കർ, എ ഗുഡ് ഫിൽം മേക്കർ അറ്റ് സം പോയിന്റ്. അപ്പോൾ എനിക്കത് മനസ്സിലായി, വാട്ട് ഈസ് അറ്റംപ്റ്റിംഗ് ടു ഡു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ആൻഡ് ഐ തോട്ട് ഇത് രണ്ടും കൂടെ ചേർന്നാൽ, സമീർ എഴുതിയിരിക്കുന്ന സ്ക്രീൻ പ്ലേയും നിസാമിന്റെ വിഷനും കൂടി ചേർന്നാൽ that he might have a really good film എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. And I hope I'm proven right. ഓക്കെ, രാജുവേട്ടൻ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഭയങ്കര വലിയൊരു സ്റ്റാറാണ്. അപ്പോൾ ആക്ടിംഗ് ലെവൽ ആയിക്കോട്ടെ, ഡയറക്ഷൻ ലെവൽ ആയിക്കോട്ടെ, പാൻ ഇന്ത്യൻ ലെവലിൽ അറിയപ്പെടുന്ന ഒരു സ്റ്റാർ ഞങ്ങളുടെ മുന്നിൽ നിന്ന് ഐ നോബഡി എന്നൊക്കെ പറയുമ്പോൾ നമുക്കങ്ങ് പറ്റുള്ള ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പേരാണല്ലോ. അപ്പോൾ ആ പേരിനോടുള്ള രാജുവേട്ടൻ്റെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? ഈ സിനിമയുടെ കഥ അറിയാവുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഐ തോട്ട് ദിസ് ഇസ് ദ ബെസ്റ്റ് ടൈറ്റിൽ. യുനോ, ഓഫ് കോഴ്സ് ഒരു ഇമാജിനേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു അറ്റൻഷൻ ഗ്രാബിംഗ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ വേണം എന്നുള്ളൊരു ആഗ്രഹം എല്ലാ ഫിൽം മേക്കേഴ്സിനും ഉണ്ടാവുമല്ലോ. ആ ചിന്തയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ടൈറ്റിലേക്ക് ലാൻഡ് ആകുന്നത്. പക്ഷെ നൗ ദാറ്റ് ഐ നോ ദ ഫിൽം, ഐ സീൻ ദ ഫിൽം, ദർ ഇസ് നോ ബെറ്റർ ടൈറ്റിൽ ഫോർ ദിസ് ഫിൽം. ആൻഡ് ഇത് ഈ നമ്മൾ ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുമല്ലോ, ഐ സോ ആൻഡ് സോ, അങ്ങനെ അതിന്റെ ഒരു ക്യാച്ച് ഫ്രേസ് പോലെയാണ് ഐ നോബഡി. അതായത് നമ്മള് ദിസ് ഇസ് സംബഡി ജസ്റ്റ് ടെല്ലിംഗ് the world around him that I, nobody, as of today, have decided that I'm going to take my life into my own hands. അതുകൊണ്ടാണ് ഈ സിനിമയുടെ ഒരു ക്രക്സ് എന്ന് പറയുന്നത്. അപ്പൊ ആൻഡ് ഇറ്റ് ഇസ് സോ ആപ്റ്റ്. കാരണം ഈ നമുക്ക് ചുറ്റും നമ്മൾ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമുക്ക് ചുറ്റും ഒരുപാട് രാജീവന്മാരുണ്ടാവും. നമുക്ക് ചിലപ്പോൾ വി മൈറ്റ് നോട്ട് നോ ദാറ്റ് നമ്മുടെ തൊട്ടടുത്ത ഫ്ലാറ്റിൽ അല്ലെങ്കിൽ റോഡിനപ്പുറത്തുള്ള വീട്ടിൽ ഒരു രാജീവനുണ്ട് എന്നുള്ളത് നമുക്ക് അറിയില്ലായിരിക്കാം. അത് അയാളുടെ ലൈഫിൽ ഒരു സംഭവം ഉണ്ടാവുകയും അത് നമ്മൾ അറിയുകയും നമുക്ക് ആ അറിവോടുകൂടി അയാളെ കാണുമ്പോഴാണ് നമ്മൾ ഇയാൾ ഇങ്ങനെയൊക്കെ ആയിരുന്നോ എന്ന് നമുക്ക് തോന്നുക. അപ്പൊ അങ്ങനെ ഒരു ബേസിക്കലി വാട്ട് ഇറ്റ് മീൻസ് ഇറ്റ് കുഡ് ബി എനി വൺ ഓഫ് യു കുഡ് ബി ദ നോബഡി ഇൻ ദിസ് ഫിലിം, ആൻഡ് എനി നോബഡി അറ്റ് എനി ഗിവൺ ഡേ കുഡ് ബിക്കം എ സംബഡി. അതാണ് ഈ സിനിമ. താങ്ക് യു. ഒരേ ജോണറിലുള്ള കുറെ സിനിമകൾ താങ്കൾ ചെയ്തു. ഇല്ല, ഒരേ ജോണറിലുള്ള കുറച്ച് സിനിമകൾ, അത് അതിന് മുന്നേ നമ്മൾ മൊയ്തീനും അതുപോലെ നന്ദനം, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് മൂവിയാണ് നന്ദനം. ഇന്നും ഞാൻ പഴയ സിനിമകൾ, മൂന്നാംപിറ, യാത്ര, കിരീടം, ഈ സിനിമകളൊക്കെ കണ്ടിട്ട് നമ്മൾ വീട്ടിൽ പോയാലും അത് ഹോണ്ട് ചെയ്യും. അങ്ങനെ എൻ്റെ നാട് ഗുരുവായൂരാണ്. അപ്പോൾ ആ സ്ഥലത്ത് അതായതായിരിക്കും ചിലപ്പോൾ ആ സിനിമ കണ്ടത് അന്ന് മുതൽ ഇതുപോലെ ഹോണ്ട് ചെയ്യുന്ന സിനിമകൾ വളരെ അപൂർവമാണ് വരുന്നത്. ഇപ്പോൾ പല സമയങ്ങളിലും താങ്കളുടെ നല്ല സിനിമകളും ഒക്കെ പല ജോണറിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ റൊമാൻറ്റിക് പിന്നെ വന്നിട്ടില്ല. ഇത് ഈ സിനിമക്കത്ത് ഐ നോബഡി എന്നുള്ള സിനിമയുടെ പ്രത്യേകത എന്താണ്? ഈ സിനിമകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി താങ്കൾ എന്താണ് ഇതിലെ ഒരു സ്പെഷ്യാലിറ്റി ഞങ്ങളോട് പറയാനുള്ളത്? ഒരു സ്പെഷ്യാലിറ്റി ഇല്ല. ആക്ച്വലി ഒരു തിരക്കഥാകൃത്ത് പറയാൻ തീരുമാനിച്ചൊരു കഥ അയാൾ രൂപം നൽകിയ ഒരു തിരക്കഥയിൽ ഒരു കഴിവുറ്റ സംവിധായകൻ അയാളുടെ വിഷനിലൂടെ ആ തിരക്കഥ ഒരു സിനിമയാക്കി മാറ്റി എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു സ്പെഷ്യാലിറ്റിയും അവകാശപ്പെടാനില്ല ഈ സിനിമയ്ക്ക്. ആൻഡ് ഒരു സിനിമ ഹോണ്ടിങ് ആവാന്നൊക്കെ പറയുന്നത് വളരെ പേഴ്സണലാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഹോണ്ട് ചെയ്യുന്നൊരു സിനിമ ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്ന് കണ്ടു തീർക്കാൻ പോലും പറ്റാത്തൊരു സിനിമയായിരിക്കാം. നിങ്ങൾക്ക് ഭയങ്കര ഹോണ്ടിങ് ആയിട്ട് തോന്നുന്നൊരു സിനിമ ഒരിക്കൽ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മറന്നു പോകുന്നൊരു സിനിമയായിരിക്കാം. അപ്പൊ അങ്ങനെ കുറച്ചു പേർക്കെങ്കിലും കണ്ടു കഴിഞ്ഞിട്ട് മറക്കാൻ പറ്റാത്തൊരു സിനിമയാകട്ടെ ഐ നോബഡി എന്ന പ്രാർത്ഥനയിലാണ് ഞങ്ങൾ എല്ലാവരും.
അതിനപ്പുറത്തേക്ക് there is nothing that this film claims to be. താങ്ക് യു. രാജേട്ടാ നമസ്കാരം. നമസ്കാരം. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ടെൻഷൻ അടിച്ചിട്ട്. കാരണം ഞാൻ പല ഇൻഫ്ലുവൻസേഴ്സ് മീറ്റിംഗിനും വന്നിട്ടുണ്ട്. ഓക്കെ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി മൈക്ക് കയ്യിൽ പിടിക്കുന്നത്. ശരി. അപ്പോൾ സത്യമായിട്ട് എനിക്ക് വിറക്കുകയാണ്. പിന്നെ ഞാൻ ചോദിക്കാൻ വന്നതെന്ന് വെച്ചാൽ, ഞാൻ രാജേട്ടൻ്റെ വലിയൊരു ആരാധകനാണ്. രാജേട്ടൻ്റെ അഭിനയം കണ്ട് മാത്രമല്ല, രാജേട്ടൻ്റെ ഈ ബോഡി ട്രാൻസ്ഫോർമേഷൻ കണ്ടിട്ട് ഞാൻ ഒരു ഫിറ്റ്നസ് ട്രെയിനർ കൂടിയാണ്. ഓക്കെ. അപ്പോൾ രാജേട്ടൻ്റെ ഹീറോ സിനിമ മുതൽ ആടുജീവിതം വരെയുള്ള രാജേട്ടൻ്റെ ആ ഡെഡിക്കേഷൻ, അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. പിന്നെ എൻ്റെ ചോദ്യം സിമ്പിളാണ്. നമ്മളിപ്പോൾ ഒരു സിനിമേൻ്റെ അടിത്തറ എന്ന് പറയുന്നത് തിരക്കഥയാണ്. അപ്പോൾ തിരക്കഥ എന്ന് പറയുന്നത് തിരക്കഥാകൃത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതുകൊണ്ട്, അതുപോലെ തന്നെ കേരളത്തിലോ മറ്റ് സംസ്ഥാനങ്ങളിലോ വെച്ചുണ്ടായ ഇൻസിഡന്റ് വെച്ചുണ്ടാകുന്ന തിരക്കഥയുണ്ട്. ഇതിലെന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലോ മറ്റു സംസ്ഥാനങ്ങളിലോ ബന്ധപ്പെട്ട ആ രീതിയിൽ എന്തെങ്കിലും ഒരു ഒരുപാട് റിയൽ ലൈഫ് നമ്മൾ കേൾക്കുകയും വായിക്കുകയും അറിയുകയും ചെയ്തിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസിന്റെ ഇൻസ്പിറേഷൻ ഉണ്ട് ഇതിലെ പല സീനുകൾക്കും. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. ഈ സിനിമയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നത് തന്നെ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഒരു ലോകത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് എന്നുള്ള തോന്നൽ ഇതിന് തുടക്കം മുതൽ അവസാനം വരെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് ദിസ് ഫിലിം ഇസ് വെരി മച്ച് അബൌട്ട് ദാറ്റ് ഇന്നിപ്പോ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഇസ് നോട്ട് ഫുള്ളി കൺട്രോൾ ബൈ അസ്. നമ്മുടെ ജീവിതത്തിന്റെ നെറേറ്റീവ് കൺട്രോൾ ചെയ്യാൻ ശക്തിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. സോഷ്യൽ മീഡിയ ആകാം, നിങ്ങൾ ഇൻഫ്ലുവൻസേഴ്സ് ആകാം, സോ അതിനെക്കുറിച്ചൊക്കെ ഭയങ്കര ഒരു സട്ടിൽ കമന്ററി നടത്തുന്ന ഒരു സിനിമ കൂടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് നമുക്ക് അറിയുന്നതും നമ്മൾ വായിച്ചിട്ടുള്ളതും നമ്മൾ കേട്ടിട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് റിയൽ ലൈഫ് ഇൻസിഡൻസിന്റെ ഇൻസ്പിറേഷൻസ് ഇതിന്റെ ഒരുപാട് സീനുകളുടെ പിന്നിലുണ്ട്. അതാണ് നല്ല സിനിമ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എപ്പോഴും സിനിമ അല്ലെങ്കിൽ ആർട്ട് ഇൻ ഇറ്റ്സെൽഫ് എപ്പോഴും വർത്തമാനകാല സമൂഹത്തിന്റെ ഒരു റിഫ്ലക്ഷൻ ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തെറ്റിദ്ധാരണ ആക്ച്വലി എല്ലാവരും പറഞ്ഞു പരത്തുന്ന ഒരു തെറ്റിദ്ധാരണ സിനിമയിൽ നിന്നാണ് സമൂഹം ഷേപ്പ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഇൻസിഡൻസ് ഉണ്ടാകാം, സിനിമയിൽ നിന്നും സമൂഹത്തിന് ഇൻസ്പിറേഷനായി മാറുന്ന സംഭവങ്ങൾ ഉണ്ടാകാം. പക്ഷെ ഇൻ ജനറൽ നേരെ തിരിച്ചാണ്. സൊസൈറ്റിയാണ് സിനിമയും ആർട്ടിനെയും ഷേപ്പ് ചെയ്യുന്നത്. സൊസൈറ്റിയിൽ നിന്നാണ് സിനിമ ഉണ്ടാകുന്നത്, ആർട്ട് ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ ഇന്നത്തെ സൊസൈറ്റിയിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ഐ നോബഡി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടതിൽ ഒത്തിരി സന്തോഷം. ഞാൻ സഞ്ജു ചേട്ടനോടാണ് ചോദിക്കുന്നത്. ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സിൽ ഇപ്പൊ ഇനി ഒരു ചാൻസ് കിട്ടാണ് ഒന്നും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സിൽ ഏത് ക്യാരക്ടറാ ഒന്നും കൂടെ ചെയ്യാൻ ആഗ്രഹം? അങ്ങനെ സത്യം പറയാൻ അങ്ങനെ ഒരു ക്യാരക്ടർ ഇത് ഭയങ്കര ഗംഭീരമായി ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ഏത് ക്യാരക്ടർ ആണെങ്കിലും എനിക്ക് വീണ്ടും കാണുമ്പോൾ അതിനോട് തൃപ്തി തോന്നാതെ വരുന്ന മൊമെന്റ്സ് നമുക്കുണ്ടാവും. അത് ഏത് സിനിമയുമ്പോഴും അങ്ങനെയാണ്. അത് ഒരു ഷോട്ട് കഴിഞ്ഞ് നമ്മൾ മോണിറ്ററിൽ ബാക്കിൽ പോയിട്ട് നമ്മൾ നോക്കുമ്പോൾ പോലും നമുക്ക് തോന്നുന്നത് ശരിയായിട്ടില്ല തോന്നുന്നു. അപ്പം വാട്ട് ഐ ഡു ഇസ് ഐ ബിലീവ് ഇൻ ഡയറക്ടർ. അപ്പം അങ്ങനെ ഒരു ഇനിയും ചെയ്ത് നന്നാക്കാൻ, ഇനിയും ചെയ്യണം എന്ന് ആഗ്രഹമുള്ള കഥാപാത്രങ്ങൾ, ചില കഥാപാത്രങ്ങളൊന്നും ചെയ്ത് കൊതി തീരാത്ത കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് 1983 ബാബുക്കുട്ടൻ എന്ന് പറഞ്ഞ കഥാപാത്രം എനിക്ക് ചെയ്ത് കൊതി തീരാത്ത, ഇനിയും ആ ഒരു ഫ്ലേവർ കുറെ കൂടി വേണമായിരുന്നു അതിൽ നിന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ റോഷാക്കിലെ അനിൽ എന്ന് പറയുന്ന ക്യാരക്ടർ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കഥാപാത്രമാണ്. 1000 Ladiesലെ ക്യാരക്ടർ, അല്ലെങ്കിൽ 4 സംഘത്തെ കഥാപാത്രം. അപ്പൊ അതൊക്കെ നമുക്ക് ഒരുപാട് കൊതി തോന്നുന്ന കഥാപാത്രമാണ്. വീണ്ടും അത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണമെന്ന് തോന്നുന്നത്. അല്ലാതെ അങ്ങനെ വീണ്ടും ചെയ്യരുതെന്ന് തോന്നുന്ന കഥാപാത്രങ്ങളൊന്നുമില്ല. ഹായ് രാജേട്ടാ, എൻ്റെ പേര് മെഹനാസ്. എന്തൊക്കെയോ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്ത് വന്നാണ്, പക്ഷെ നീ ഇത് പറഞ്ഞ പോലെ നിങ്ങളെ കാണാൻ ഭയങ്കര മുഞ്ച. സത്യം പറഞ്ഞ വന്നതൊക്കെ മറന്നുപോയി. ഓക്കെ, അല്ല ഇങ്ങനെ നമ്മൾ പറയുമല്ലോ ഒരു ഓറ. ഇവിടെ വന്നിരുന്നിട്ട് ഞാനിങ്ങനെ ആദ്യം ചോദിക്കാന്ന് വെച്ചതാ, പക്ഷെ ഞാനിങ്ങനെ കാമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ രാജേട്ടന്റെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, യു കെയിം ആസ് ആൻ ആക്ടർ, പിന്നെ 2-3 പടത്തിന് വേണ്ടി പാട്ടുപാടി, ആൻഡ് യു ബിക്കം എ ഡയറക്ടർ, പ്രൊഡ്യൂസർ. അപ്പൊ ഇത്രയും ഫീൽഡ് ചെയ്തതിൽ രാജുവേട്ടനെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ള ഫീൽഡ് ഏതാണ്? ചലഞ്ചിങ് ഡയറക്ഷനാണ്. കാരണം ഇറ്റ് ഇൻവോൾവ്സ് ഹ്യൂമംഗസ് അമൗണ്ട്സ് ഓഫ് മാൻ മാനേജ്മെന്റ്, ഡിസിഷൻ മേക്കിംഗ്. ആസ് എൻ ആക്ടർ എന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എന്റെ കഥാപാത്രം കറക്റ്റായിട്ട് പോർട്രേ ചെയ്യുക. ആസ് എ പ്രൊഫഷണൽ വാട്ട് ഇസ് റിക്വയർഡ് ഓഫ് മീ, അത് ആ സെറ്റിൽ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്.
പക്ഷെ ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം എസ്പെഷ്യലി ഇൻ ദ മീഡിയം ദാറ്റ് ഇസ് സിനിമ, ഡയറക്ടറിന്റെ ഡിസിഷൻ മേക്കിംഗ് വിൽ അഫക്ട് എവ്രി വൺ ഇൻക്ലൂഡിംഗ് ദി ആക്ടർ. ഒരു നടൻ അല്ലെങ്കിൽ ഒരു നടി അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ, ഈവൻ ഒരു പ്രൊഡക്ഷൻ ബോയ് എത്ര മണിക്ക് ഏത് ലൊക്കേഷനിൽ എത്തണം എന്നുള്ളത് ഇസ് ഡിപെൻഡന്റ് ഓൺ ദ ഡിസിഷൻ മേക്കിംഗ് ഓഫ് ദി ഡയറക്ടർ. അപ്പൊ കോൺസ്റ്റന്റ് ഡിസിഷൻ മേക്കിംഗ്, കോൺസ്റ്റന്റ് മാനേജ്മെന്റ്, പലപ്പോഴും ഫിൽം മേക്കിംഗിൽ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത എന്നാൽ ഫിൽം മേക്കിങ്ങിന്റെ ക്രാഫ്റ്റിൽ മാത്രം ഭയങ്കര കഴിവുള്ള ഒരുപാട് യങ്സ്റ്റേഴ്സ് സിനിമ എടുക്കാൻ വരുമ്പോൾ അവര് അറച്ചു പോകുന്ന ഇവിടെയാണ്. കാരണം ദേ ഡോണ്ട് എക്സ്പെക്ട് ദിസ്. ഓക്കെ, സിനിമ എടുക്കാൻ അവർക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ ദാറ്റ് ഇസ് ഓൺലി വൺ പാർട്ട് ഓഫ് ഡയറക്ടിങ് എ ഫിലിം. ഇറ്റ് ഓൾസോ ഇൻവോൾവ്സ് എ ലോട്ട് ഓഫ് ഡിസിഷൻ മേക്കിംഗ്, മാനേജ്മെന്റ് സ്കിൽസ് എന്നുള്ളത് പലപ്പോഴും അവർ ഓൺ ലൊക്കേഷനാണ് തിരിച്ചറിയുന്നത്. സോ ഡെഫിനറ്റ്ലി മോസ്റ്റ് ചാലഞ്ചിങ് ഇസ് ഡയറക്ഷൻ ഫോർ മീ കേട്ടോ. എന്റെ കാര്യം ഞാൻ പറയുന്നത്, ചിലപ്പോൾ അത് വളരെ ഈസി ആണെന്ന് തോന്നുന്ന സംവിധായകരുണ്ടാകും, എനിക്ക് ഈസി അല്ല. First of all, thank you so much for being here. We are so happy to meet you in person. Thank you so much. And I love to ask you, you played the role of heroes, anti-hero, as a cop, as ordinary man. All this has been given to us. So as after this movie, I Nobody, what part of Prithviraj do you think that the audience would discover that they have never seen? എന്തായിരിക്കും നമ്മൾ ഓഡിയൻസിന്റെ ഭാഗത്ത് പ്ലീസ്? അറിയാം ഞങ്ങൾ അതുകൊണ്ടാണ് മലയാളം. ഞാൻ ആക്ച്വലി ഇതിന് ഇംഗ്ലീഷ് ഉത്തരം പറയണമെന്ന് വിചാരിച്ച് ഞാൻ പ്രശ്നിച്ചിരിക്കുകയാണ്. അത് അങ്ങനെ എന്റെ ഇതുവരെ കാണാത്ത ഒരു സംഭവം നിങ്ങൾ ഇതിലൂടെ കാണുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ആക്ച്വലി അങ്ങനൊന്നും ഒരു ക്ലെയിം ഇല്ല കേട്ടോ. അതായത് ഐ നോബഡി എന്ന സിനിമയിൽ ഇതുവരെ കാണാത്തൊരു പരിപാടി ഞാൻ അങ്ങനൊന്നും എനിക്കെന്ന് വെച്ചാൽ ഫോർ എവറി ആക്ടർ നമുക്കൊരു മെറ്റീരിയൽ കിട്ടുമല്ലോ, ഒരു റിട്ടേൺ സ്ക്രിപ്റ്റിൽ ഒരു മെറ്റീരിയൽ കിട്ടും. അപ്പൊ നമ്മളത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ക്യാരക്ടർ ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഇതിന്റെ ഒരു പെർഫോമൻസ് മീറ്റർ ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ കരുതും. അത് ഡയറക്ടർ വിൽ കം ആൻഡ് ടെൽ യു. ആക്ച്വലി ഞാൻ എന്റെ മനസ്സിൽ കണ്ടിരുന്നത് ഇങ്ങനെയാണ്. അപ്പൊ നമ്മളുടെ ഒരു ആക്ടറിന്റെ ഒരു ഇന്റർപ്രിട്ടേഷനും ഡയറക്ടർ നമുക്ക് പറഞ്ഞു തരുന്നതും കൂടി ചേർത്തിട്ടുള്ളൊരു സാധനമാണ് നമ്മൾ സ്ക്രീനിൽ ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ദ സെയിം ഫോർ എവറി ഫിലിം, ഫോർ എവറി ക്യാരക്ടർ. അപ്പൊ ഞാൻ എന്തെങ്കിലും ഇതിൽ പുതിയതായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ആ റിട്ടേൺ മെറ്റീരിയലിന്റെ ഗുണവും ആ ഡയറക്ടർ എനിക്ക് പകർന്നു വിഷന്റെ ഗുണവുമാണ്. കാരണം ആ റിട്ടേൺ മെറ്റീരിയലാണ് എന്നിലെ ആക്ടേഴ്സ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിനെ രാജീവനിലേക്ക് എത്തിച്ചത്. നിസാം ബഷീർ എന്ന് പറയുന്ന സംവിധായകന്റെ വിഷനാണ് ആ രാജീവനെ നിങ്ങൾ ഇന്ന് കാണുന്ന രാജീവനാക്കി മാറ്റിയത്. സോ എല്ലാ സിനിമയിലും ഇത് തന്നെയാണ് പ്രോസസ്സ്. അതുകൊണ്ട് എനിക്കറിയില്ല, ഞാൻ എല്ലാ സിനിമയിലും ചെയ്യുന്നത് തന്നെയാണ് ഞാൻ ആക്ച്വലി ഐ നോബഡിയിലും ചെയ്തിട്ടുള്ളത്. If you think it's different, it's because of these things. Oh, I'm glad. Yeah. Also the director says so. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ ഇത് പുള്ളിയോട് ചോദിക്കേണ്ട റോങ് ക്വസ്റ്റൻ ആണ്. പുള്ളിക്ക് എത്രത്തോളം അദ്ദേഹത്തെ പറ്റി പറയാൻ പറ്റുമെന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ പേഴ്സണലി മനസ്സിലാക്കിയ സിനിമയുടെ ഭാഗമെന്ന് ഞാൻ മനസ്സിലാക്കിയത്, ആ ഡയറക്ടർ പറഞ്ഞത് വെച്ച് ഞാൻ മനസ്സിലാക്കിയത്, ഇതിനകത്ത് ഇത് രാജീവനാണ്. അതിനകത്ത് പൃഥ്വിരാജ് എൻ്റെ അടുത്ത് അവസാനമായിട്ട് ഈ പടം കഴിഞ്ഞ് ഞാൻ എങ്ങനെയുണ്ട് രാജുവേട്ടൻ എങ്ങനെയുണ്ടെന്ന് ഞാൻ ചോദിച്ചു. ഡബിന് പോയപ്പോൾ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, അളയത് പൃഥ്വിരാജ് അല്ല രാജീവനാണ് എന്നാണ് പറഞ്ഞത്. ആൻഡ് ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ആ ലൊക്കേഷനിൽ ഞാൻ റാൻഡമായിട്ട് വെറുതെ അവിടെ പോയപ്പോഴും, ഞാൻ എത്രയോ വർഷത്തിന് ശേഷം അന്നാണ് ഞാൻ രാജുവിനെ കാണുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നിസാം എന്നോട് പറഞ്ഞത്, ഇത് രാജീവനായിട്ട് വന്നാൽ ഗംഭീരമായിരിക്കും എന്നാണ് പറയുന്നത്. ആൻഡ് ഇതിനകത്ത് നിങ്ങൾ സൂപ്പർ സ്റ്റാർ പൃഥ്വിരാജിനെ അങ്ങനെ കാണാൻ പറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത് രാജീവനാണ്. കാരണം അതിൽ എല്ലാം ഈ ചില കാര്യങ്ങൾ ഇങ്ങനെ ഭയങ്കര അനുഗ്രഹമായിട്ട് വരുന്ന ചില, ആ സമയത്ത് ഹി ഹാഡ് പുട്ട് ഓൺ വെയിറ്റ്. അപ്പം നല്ലോണം അപ്പം ആ മുഖത്ത് കാണുന്ന ഒരു പ്രഷറും അല്ലെങ്കിൽ ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ ഇമോഷൻസിൽ കാണുന്ന അതൊക്കെ ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന്റെ ഫേഷ്യൽ ഫാറ്റ് പോലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ചില മൊമെന്റ്സ് ആ സിനിമയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് അത് ഭയങ്കര റെയറാണ്. അങ്ങനത്തെ ഡയറക്ടേഴ്സ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു നല്ലൊരു റിട്ടൺ കണ്ടന്റ് ഉണ്ടാവുകയും അത് നല്ലൊരു ഡയറക്ടർ കൺസീവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇന്നത് വേണം, എനിക്ക് ഇന്നത് വേണ്ട എന്ന് കൃത്യമായി പറയും. കാരണം ഈ ഒരു ഓട്ടോമാറ്റിക് ചോയ്സ് ആണ് പൃഥ്വിരാജ് എന്ന സൂപ്പർ സ്റ്റാറിനെ കാസ്റ്റ് ചെയ്യാന്നുള്ളത്. അയാളുടെ ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇതാണ്. പക്ഷേ അത് ചെയ്തതിന് ശേഷം ഫസ്റ്റ് സ്റ്റെപ്പ് അതായിരിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് എനിക്ക് പൃഥ്വിരാജിനെ വേണ്ട എന്ന് പറയുന്ന, എനിക്ക് ആ കഥാപാത്രത്തിനെ വേണമെന്ന് ആ ഡയറക്ടർ പറയുമ്പോൾ അതിലേക്ക് അവർ വരുന്ന ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അതാണ് ഏറ്റവും വലിയ മിടുക്കെന്ന് എനിക്ക് തോന്നുന്നത് സംവിധായകന് വേണ്ടത്. കാരണം അത് അതിഗംഭീരമായിട്ട് ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ പേഴ്സണലി ഒരു പൃഥ്വിരാജ് ഫാൻ ആയതുകൊണ്ടും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതിൽ കുറേ റഷസ് ആണെങ്കിലും കുറേ സീൻസ് ആണെങ്കിലും കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഹായ്, എൻ്റെ പേര് ബിബിൻ.
എനിക്ക് ചോദിക്കാനുള്ളത് സഞ്ജുവിനോടാണ്. ഇപ്പോൾ ഇത്രയും സിനിമകളൊക്കെ ചെയ്തിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും സംതൃപ്തിയും സന്തോഷവും തരുന്ന ഒരു മൊമെന്റ് എന്താണ് നിങ്ങളുടെ ഈ ഒരു മൊമെന്റ് ആണ്? അതെ അതെ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്വപ്നം കാണുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ അത് വലിയ സ്വപ്നമായിട്ട് നിൽക്കുന്ന വെച്ചാൽ അവിടെ എത്താൻ പറ്റില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതായിരിക്കും ആ ഒരു സമയത്ത്, ആ ഒരു സ്റ്റേജ് ഓഫ് ലൈഫിൽ. അപ്പൊ അങ്ങനെ ആഗ്രഹിച്ചിട്ടുള്ള കൊതിച്ചിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അത് ഇങ്ങനെ ഭയങ്കര രസകരമായിട്ട് വളരെ യാദൃശ്ചികമായിട്ട് സംഭവിക്കും. ഞാനിവിടെ ചിലപ്പോൾ ഈ ഖലീഫയുടെ ഷൂട്ട് ഇവിടെ നടക്കുന്ന സമയമല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനിവിടെ ഉണ്ടാവുകയായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഞാനിവിടെ കൃത്യമായി വരികയും ഇന്ന് എനിക്ക് വരാൻ സാധിക്കുകയും എൻ്റെ ഷോട്ട് കഴിഞ്ഞിട്ടില്ലായിരുന്നു, രാവിലെ എടുത്ത ഷോട്ട് വീണ്ടും എടുക്കണമെന്ന് ഡയറക്ടർ പറയുകയും മറ്റ് ടെക്നിക്കൽ ഇഷ്യൂസ് കൊണ്ട്, പക്ഷെ അത് മാറ്റി വെച്ചിട്ട് എനിക്ക് ഇതിൽ വരാൻ പറ്റിയത് ആണ് അതിൻ്റെ ഒരു സുഖം തരുന്നത്. അപ്പം ഭയങ്കര ഓർഗാനിക്കായിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. നമ്മൾ എത്രത്തോളം കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു അതിനോട് എത്രത്തോളം കൂറ് പുലർത്തുന്നു അത് നടക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു മൊമെന്റാണ്. പിന്നെ അതുപോലെ തന്നെ രാജുവിനോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, രാജുവേട്ടൻ എന്ന സിംഗറെ കണ്ടിട്ട് കുറെ കാലമായി, എന്നാണ് ഒരു പാട്ടുണ്ടാവുക ഈ അടുത്ത് അങ്ങനെ ഒരു പാട്ട്? സത്യമായിട്ട് ഞാനൊരു സിംഗർ ഒന്നുമല്ല. പിന്നെ ഇത് ഞാൻ ആക്ച്വലി എന്നെ പാടാൻ വിളിക്കുന്ന മ്യൂസിക് ഡയറക്ടേഴ്സിനൊക്കെ ഞാൻ പരമാവധി നിരുത്സാഹപ്പെടുത്താൻ നോക്കുന്ന ആളാണ്. അത് അവരോട് ചോദിച്ചാൽ അവരോട് പറയും. ഇപ്പൊ അത് ജെയ്ക്സ് ആണെങ്കിലും ദീപക് ആണെങ്കിലും ഗോപി, അങ്ങനെ ആർക്കൊക്കെ വേണ്ടി ഞാൻ പാടിയിട്ടുണ്ടല്ലോ. അപ്പൊ അവരൊക്കെ ആദ്യം വിളിക്കുമ്പോൾ ഞാൻ ഭയങ്കര ബിൽഡപ്പ് കൊടുക്കും. ഗംഭീര പാട്ടാണ് കേട്ടോ, ഗംഭീര പാട്ടാണ്, ഔട്ട്സ്റ്റാൻഡിങ്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഈ പാട്ട് വിജയ് യേശുദാസിന്റെ സൗണ്ടിൽ വന്നോണ്ടല്ലോ. അപ്പൊ ഞാനങ്ങനെ ഭയങ്കര ബിൽഡപ്പ് കൊടുക്കും. അപ്പൊ അവര് അത് എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് എന്നെ കൺവിൻസ് ചെയ്തിട്ടൊക്കെയാണ്. ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളല്ല. ഈ സ്റ്റുഡിയോയിൽ പോയിട്ട് സോങ് റെക്കോർഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ജനറലി പാടുന്നതോ ഒന്നും അങ്ങനെ എനിക്കൊരു ഭയങ്കര, ഞാൻ അതിനെ കുറിച്ച് വലിയ പാഷനറ്റ് ഒന്നും അല്ല. അപ്പൊ ഇനി അതുപോലെ എന്നെ കൺവിൻസ് ചെയ്യാൻ മാത്രം എന്റെ ശബ്ദം ആവശ്യമാക്കും. വിനീത് ഹൃദയം സിനിമയില് ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ കൺവിൻസിങ് സ്റ്റാർ വിനീത് ശ്രീനിവാസനാണ്. അപ്പൊ വിനീത് തന്നെ അത് രാജു, അത് എന്താണ് ഇങ്ങനെ രാജു ഈ നോട്ട് പാടുമ്പോ രാജുവിന്റെ ശബ്ദത്തിൽ ഇങ്ങനെ ഒരു സാധനം വരുമ്പോ എനിക്ക് അത് വേണമെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ നമ്മൾ എഴുതിക്കളെ. അപ്പൊ അങ്ങനെ അത്ര എഫേർട്ടൊക്കെ എടുത്ത് എന്നെ കൺവിൻസ് ചെയ്യാൻ മാത്രം ഇനി ആരെങ്കിലും ഉണ്ടാവും എനിക്ക് അറിയില്ല. അങ്ങനെ വന്ന പാട്ടാണ്. ഹായ് രാജുവേട്ടാ, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് അമലു. ഞാൻ എന്തൊക്കെ പ്രിപ്പയർ ചെയ്ത് വന്നതാണ്, പക്ഷെ എനിക്ക് ഇത്ര അടുത്തിങ്ങനെ കണ്ടിട്ട് എനിക്ക് എക്സാമിനൊക്കെ ചെന്ന പോലെ അറിയില്ല. എനിക്ക് സത്യമായിട്ട് യു ആർ വെരി ഹാൻസം. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഞാനിപ്പോ ട്രെയിലർ കണ്ടോണ്ട് ഞാൻ ട്രെയിലറിൽ നിന്നൊരു ചോദ്യം ചോദിക്കാം. ലൈക്ക് ഇതിന്റെ ലാസ്റ്റ് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, മോളുടെ പപ്പയോട് വഴക്കിടാൻ വന്ന ആരും ഇന്ന് ജീവനോടെ ഇല്ല. ഇതൊരു ആക്ഷൻ മൂവിയാണോ, ഫാമിലി മൂവിയാണോ, ഫാമിലി കം ആക്ഷൻ മൂവിയാണോ, എന്ത് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യണം? അതാ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞത്, ഇതൊരു സിംഗുലർ ജോണറിലേക്ക് നമുക്ക് പിടിച്ച് കെട്ടാൻ പറ്റുന്ന ഒരു സ്വഭാവം ഈ സിനിമയ്ക്കില്ല. ഞാൻ ആദ്യം ഈ കഥ കേട്ടപ്പോഴും എനിക്ക് കേട്ടോണ്ടിരുന്നപ്പോൾ ഇറ്റ് സീംഡ് ലൈക്ക് എവറി 5 minutes ദ ജോണർ കീപ്സ് ഷിഫ്റ്റിംഗ് ഇൻ ദ ഫിലിം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമുക്ക് പരിചിതമായ ഒരുപാട് ജോണറുകൾ അവയിലൂടെ എല്ലാം കടന്നു പോകുന്ന, അത്ര പരിചിതമല്ലാത്ത രീതിയിൽ കഥ പറയുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഇതിന് അങ്ങനെ ഈ പറഞ്ഞ എല്ലാം ഉണ്ട്. ബട്ട് ഇഫ് യു ഹാവ് ടു റിയലി പിക്ക് വൺ ആസ്പെക്ട് ഓഫ് ഇറ്റ് ദാറ്റ് ഐ റിയലി എൻജോയ് ഇറ്റ്സ് എ ഡ്രാമ. എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തത് ഇതിന്റെ ഡ്രാമ പോർഷൻസ് ആണ്. ആക്ഷൻ ഉണ്ട് ഓഫ് കോഴ്സ്, ആൻഡ് you spend a lot of time, money and everything on action. ഞാൻ ആദ്യമായിട്ട് ഇത്രയും നാൾ ഒരുമിച്ച് യാനിക് ബെൻ എന്ന് പറയുന്ന സ്റ്റണ്ട് കൊറിയോഗ്രാഫറിനോട് വർക്ക് ചെയ്യുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടിയാണ്. ആൻഡ് ഐ തിങ്ക് ഒരു മലയാള സിനിമയ്ക്ക് അയാൾ ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ വർക്ക് ചെയ്തതും ഈ സിനിമയ്ക്ക് വേണ്ടി ആയിരിക്കാം. പുള്ളിക്കാരന്റെ ഹോൾ ടീം ഫ്രം ഫ്രാൻസ് had come and we were in Trivandrum. അപ്പൊ അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ then again അതുകൊണ്ട് ഇതൊരു ആക്ഷൻ സിനിമയല്ല. I would really not like Nobody to be called an action film because it is not an action film. There is a lot of action. Hi, very good evening, Rajata. Namaskaram, my name is Namrata. And my question is, as you already said, that we all are that nobody who wants to become somebody. And I think, including me, there's many aspiring actors sitting in this room right now. I had a small opportunity to work in one of your movies, that was Guruvayuram Balanarayal, and I was really proud to do that. No, not in the climax. Actually, in the beginning, in the movie, the Dubai shoot, in the office with the Basil and everything. Yeah. Basil scene. Yes, with Basil, exactly. So my question is, since we all are here, everybody wants to become this aspiring actor. They have this thing in them. So one advice you would like to give us, which we could keep it with us and take this through our journey. In all honesty, aspiring actors വലിയ അഡ്വൈസ് കൊടുക്കാൻ പറ്റിയ ഒരാളല്ല ഞാൻ.
ഇവനെ ഒന്ന് അവിടെ നിന്ന് മാറാം. ആസ്പയറിംഗ് ആക്ടേഴ്സിന് വലിയൊരു അഡ്വൈസ് കൊടുക്കാൻ പറ്റിയ ഒരാളല്ല ഞാൻ, ബിക്കോസ് ഐ ആം അക്യൂട്ട്ലി അവെയർ ഓഫ് ദ ഫാക്ട് ദാറ്റ് ഐ വാസ് വെരി ഫോർച്ചുനേറ്റ്. എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് സിനിമയിൽ എത്തപ്പെടാൻ പറ്റിയ ഒരാളാണ്. ആൻഡ് ദ പ്രൈമറി റീസൺ ഫോർ ഇറ്റ് ഇസ് മൈ സർനെയിം. ഇന്നാറുടെ മോനായതുകൊണ്ട് അവൻ ചിലപ്പോൾ നന്നായിരിക്കും എന്ന് അവനെ കാസ്റ്റ് ചെയ്യാം, അവനൊന്ന് വരാൻ പറയാനൊന്ന് കാണട്ടെ. അപ്പൊ കണ്ടപ്പോ ഓക്കെ, കാണാൻ വലിയ കുഴപ്പമില്ല, ഹൈറ്റ് ഒക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എന്റെ ആദ്യ സിനിമയിൽ കാസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ദ റോങ് ടെംപ്ലേറ്റ് ഫോർ എനി ആസ്പയറിംഗ് ആക്ടർ ടു ലുക്ക് അറ്റ് ആൻഡ് hope for. I was just a very, very fortunate guy. But then I think if at all you want to learn something from my trajectory, my career trajectory, it is everything that happened after that. അത് കഴിഞ്ഞിട്ട് സംഭവിച്ചതെല്ലാം maybe you could look at, okay, ഇപ്പൊ എന്താണ് ഈ ഓൺലൈൻ അറ്റാക്ക് ഒക്കെ വരുമ്പോ മലയാള സിനിമയിലെ പല ആക്ടേഴ്സും എന്നെ വിളിക്കും, ചേട്ടാ ഇങ്ങനെ ആക്ടേഴ്സ് മാത്രമല്ല കേട്ടോ, റൈറ്റേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ എന്നെ വിളിക്കും, ചേട്ടാ ഇങ്ങനെ ഭയങ്കര ഞാൻ എന്താണ് ചേട്ടാ ചെയ്യേണ്ടത്. സത്യം പറഞ്ഞാൽ എനിക്ക് അവർക്ക് കൊടുക്കാൻ ഒരു അഡ്വൈസും ഇല്ല, കാരണം ഞാനൊന്നും ചെയ്തിട്ടില്ല. ഐ ജസ്റ്റ് പുട്ട് മൈ ഹെഡ് ഡൗൺ ആൻഡ് വർക്ക്ഡ്. അപ്പോ ദ തിങ് വിത്ത് becoming an actor is that you first need to truly understand what is it that you want when you say you want to become an actor. ഈ എല്ലാവരും ആക്ടേഴ്സിനെ കാണുമ്പോൾ യു സീ ദി എൻഡ് റിസൾട്ട് ഓഫ് സംതിങ്. ഇപ്പോ ഒരു വില കൂടിയ വണ്ടിയിൽ ഒന്നിറങ്ങുന്ന ഒരു വലിയ താരത്തിനെ കാണുമ്പോൾ now if you think, oh, I'd like to become an actor because I want to own that car one day, അതൊരു ഡിസോണറബിൾ ആഗ്രഹമൊന്നുമല്ല. ഇറ്റ്സ് എ ഫെയർ wish to have. The thing is, ആ വണ്ടി വാങ്ങിക്കുന്ന പോയിന്റിലേക്ക് എത്തുന്ന ഒരു പ്രോസസ് ഉണ്ട്. ആ വണ്ടി നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ നിങ്ങൾ വീണ്ടും ആ വണ്ടിയുടെ ഷൂട്ടിങ്ങിനാണ് പോകേണ്ടത്. രാവിലെ യു സ്റ്റിൽ ഹാവ് ടു ടേൺ അപ്പ് ഫോർ വർക്ക്. അഗൈൻ ഇറ്റ്സ് ദ സെയിം പ്രോസസ്. ആ പ്രോസസ് എൻജോയ് ചെയ്യണം. യു ഹാവ് ടു fall in love with the process and get detached with the results. It could be success, it could be failure. You need to learn to walk away from that and really want to walk into the next process. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ആക്ച്വലി മലയാള സിനിമയിൽ തന്നെ ഉണ്ട്. നമ്മുടെ രണ്ട് ലെജൻസ്, ലാലേട്ടൻ, മമ്മൂക്ക, അവരാണ് ഏറ്റവും വലിയ ഉദാഹരണം. അതാണ് ഐ കീപ് ടെല്ലിങ് എവരി വൺ. അപ്പൊ ഓഫ് കോഴ്സ് they are very, very highly paid actors, but they really don't need the money. If they decide to retire from cinema, അവർ ഇന്ന് ജീവിക്കുന്ന അതേ ലൈഫ് സ്റ്റൈൽ അവർക്ക് റെസ്റ്റ് ഓഫ് ദെയർ ലൈഫ് അവരുടെ അടുത്ത ജനറേഷൻ, അതിനടുത്ത ജനറേഷനും അതുപോലെ ജീവിക്കാൻ പറ്റും. സോ ഒബ്വിയസ്ലി അവർക്ക് അടുത്ത ഇറ്റ്സ് നോട്ട് ദ മണി, it's obviously not the fame because they've had it for 40 years now. It's obviously not the power because they're at a point in life where it no longer matters to them. Why are they still doing it? They still love the process. ഇന്നും അവരുടെ ആ പ്രായത്തിലും വെളുപ്പാങ്കാലത്ത് എണീറ്റ് they go, they work out, they make sure they look good. രാവിലെ 7 മണിക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഷൂട്ടിംഗ് വന്ന്, എസ്പെഷ്യലി എന്നെ പോലുള്ള ഡയറക്ടേഴ്സ് ഒക്കെയാണ് എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും ഷൂട്ടിംഗ്. അപ്പൊ അങ്ങോട്ട് വന്ന് അവിടെ ഷൂട്ടിങ്ങിന് വന്ന് വെയിലത്ത് ഇങ്ങനെ ഇരുന്ന്, and they just absolutely love it. They enjoy being there. My thing is that understand the process, understand that it is not easy, understand that there is a reason why successful actors are very highly paid, and be prepared to fall in love with the process because there will be moments when you hate it. Actually, she was introduced in before this event. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഷീസ് എ ഹാബിച്വൽ ഒഫൻഡർ. കാരണം ഈ ഗുരുവായൂരമ്പലനടയിൽ മാത്രമല്ല ഇതിലും വിളിച്ചിരുന്നു ഖലീഫ. അപ്പൊ അത് അങ്ങനത്തെ ചാൻസസ് മിസ് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാൻ. Hi, Virti sir. Good evening. Such a pleasure to be here. I have a general question to you. So, after playing a heavy character, how do you come back to yourself? Like, how do you switch off yourself? How do I? It's actually an interesting question, Karnam. I think I start leaving the last character I did when I start the next film. These days, it's usually the environment on a set. ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഖലീഫ എന്ന് പറയുന്ന സിനിമയാണ്. ഈ സിനിമ കഴിഞ്ഞാൽ ഞാൻ അടുത്ത പോകുന്നത് വേറൊരു വാരണാസി എന്ന് പറഞ്ഞ മറ്റൊരു സിനിമയുടെ സെറ്റിലേക്കാണ്. ഇറ്റ്സ് സോ പ്രോഗ്രാംഡ് ഇൻ യു ആസ് എൻ ആക്ടർ. ഞാൻ അടുത്ത അന്ന് ആ സിനിമയുടെ സെറ്റിൽ പോകുമ്പോൾ ഐ ടെൻഡ് ടു തിങ്ക് ഓട്ടോമാറ്റിക്കലി യു സ്റ്റാർട്ട് ടു വാക്ക് ഡിഫറെന്റ്, യു സ്റ്റാർട്ട് ടു ദർ ആർ ഡിഫറെന്റ് പീപ്പിൾ അറൌണ്ട് യു ആൻഡ് ദർ ഇസ് ദാറ്റ് അവിടുത്തെ ഒരു അന്തരീക്ഷം ഉണ്ട്. ഇറ്റ് സോർട്ട് ഓഫ് റിയലി റീപ്രോഗ്രാംസ് യു ഇൻസൈഡ് ഫ്രം ആമിർ അലി ടു കുംഭ
And that cinema does that for you because you basically walk into different environments in different sets. I think it is important to let yourself be conquered by the environment. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ I assume you should be very fluid with who you are and what you are. But it is also very important to be very detached with the characters you do. കാരണം the problem is 99.99% of the time, the real you is nowhere as interesting as the characters you play. But the problem is you'll start getting an inferiority complex. ഇപ്പോൾ ആമിർ അലി എന്ന് പറയുന്ന കഥാപാത്രം, ഞാൻ അയാളുടെ അത്ര മിടുക്കനൊന്നുമല്ല. ഞാൻ അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്തുകാരനൊന്നുമല്ല. എനിക്കിപ്പോ 15 പേര് വന്ന് ഒറ്റയ്ക്ക് ഇടിച്ചിടാനൊന്നും എനിക്ക് പറ്റില്ല. ആമിറിലേക്ക് പറ്റും. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആമിറാണ് കേട്ടോ, ഞാനങ്ങ് ചിന്തിച്ചു തുടങ്ങിയാൽ കുഴപ്പമാണ്. അപ്പൊ ഐ ഹാവ് ടു ആക്ച്വലി ബി നാർസിസിസ്റ്റിക് ദാറ്റ് വേ. ഐ ഹാവ് ടു ബി ഇൻ ലവ് വിത്ത് പൃഥ്വിരാജ്. ഞാൻ വൈകുന്നേരം വന്നിട്ട് മേക്കപ്പ് അടിച്ച് കോസ്റ്റ്യൂം മാറ്റിയാൽ എനിക്ക് പൃഥ്വിരാജാണ് കേട്ടോ ഇഷ്ടം. ഐ ഹാവ് ടു that's a process that every actor has to hold dear. അല്ലെങ്കിൽ ഇതാണ് കുഴപ്പം. കാരണം ഒന്ന് ആലോചിച്ച് ലാലേട്ടൻ മംഗലശ്ശേരി നീളമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന എന്ത് ചെയ്യാൻ പറ്റും? മൂപ്പർക്കാണ് ആ ക്യാരക്ടറായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാൾ, മനസ്സിലായില്ലേ? അപ്പൊ അത് it's something that we have to be aware of. ഞാൻ ഇങ്ങനെ പറയുന്നത് എനിക്ക് ഇങ്ങനത്തെ കുറെ മൊമെന്റ്സ് ഈ ഇങ്ങനത്തെ സംസാരങ്ങൾ ഇടയ്ക്ക് ഉണ്ടായിട്ടുള്ളതുകൊണ്ടാണ്. ഈ ഖലീഫയുടെ സെറ്റിൽ ഇടയ്ക്കിടയ്ക്ക് ചില ഷോട്ട് കഴിയുമ്പോൾ ചില സീൻസ് കഴിയുമ്പോൾ പറയും, ആമിറിലേക്ക് ഭരതനാട്യം അറിയുമോ, നീ അതുകൂടെ ഉള്ളേക്കറിയാൻ അപ്പുറത്തുള്ളതാണ് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ മൊമെന്റ്സ് എപ്പോഴും സംഭവിക്കാറുണ്ട്. താങ്ക് യു. ഇനി വേറെ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഇല്ലല്ലോ? ഓ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. ഹായ്, ഗുഡ് ഈവനിങ്. എനിക്ക് അങ്ങോട്ട് നോക്കാൻ ധൈര്യമില്ല ഈ പറഞ്ഞതുപോലെ. ടു ബി ഇൻ സേഫ് സൈഡ് ഐ സഞ്ജു. സഞ്ജു, ബൈ ദ വേ, നൈസ് ഷർട്ട്. ഐ റിയലി ലൈക്ക് ഇറ്റ്. So, എനിക്ക് ചോദിക്കാനുള്ളത്, സഞ്ജു, ആക്ടിംഗ് വിത്ത് രാജുവേട്ടൻ, how was your experience sharing the like what did you learn something new from this movie? ഇത് എന്താണെന്നറിയാം, നമുക്ക് ചോദിച്ച ചോദ്യം ഭയങ്കര ഒരു ക്രിഞ്ച് ചോദ്യമാണ്, എല്ലാവരോടും ചോദിക്കുന്നതാണ്. പക്ഷെ എനിക്കതിന് പറയാൻ ഒരുപാട് കണ്ടന്റ് ഉണ്ട്, എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ 2 ദിവസം മുമ്പ് ഇരുത്തി ഇതെല്ലാം ഞാൻ മിസ്റ്റർ പൃഥ്വിരാജിനോട് തന്നെ ഞാൻ പറയുകയും ചെയ്തു. ഞാനൊരു പറഞ്ഞു, ഞങ്ങളൊരു ജലാശയത്തിന് അടുത്തിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ചിലപ്പോൾ തള്ളി അങ്ങോട്ട് ഇടും, വെള്ളത്തിലേക്ക് ഇടുമെന്ന് പറയാൻ പറഞ്ഞു. ബിക്കോസ് ഐ ഹാഡ് ടു സീ ഇറ്റ്. അപ്പൊ ഇത് നമ്മൾ പറയുക എന്ന് ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ട്. കാരണം ഞാൻ സിനിമയിൽ വരുന്നതും നമ്മൾ ആഗ്രഹിക്കുന്ന നമുക്കൊരു യങ് ആക്ടർ ടു ലുക്ക് ഫോർവേഡ് ടു, അല്ലെങ്കിൽ ആരെ നമ്മൾ നോക്കിക്കണ്ട് മുന്നോട്ട് പോകും എന്നൊക്കെ തോന്നുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു തീരെ യങ് ആയിട്ടൊരാള്, ഈ പറയുന്ന പോലെ എനിക്കിപ്പോ തോന്നുന്ന പുള്ളി അദ്ദേഹം സൈനിക് സ്കൂളിൽ പഠിച്ചത് തന്നെ ഈ ഓൺലൈൻ മാധ്യമങ്ങളായിട്ട് യുദ്ധം ചെയ്യാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചിലർ ഈ ആർമിയിൽ വരാനൊക്കെയാണ്, പക്ഷെ അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ യുദ്ധങ്ങൾ ഇങ്ങനെ നേരത്തെ പറഞ്ഞാൽ ഇങ്ങനെ ഓരോ ആക്രമണ യുദ്ധത്തിൽ വരുമ്പോഴും എങ്ങനെ യുദ്ധം നയിക്കണമെന്ന് ചോദിക്കുന്നത് അദ്ദേഹത്തിനോടാണെന്ന് പറയുമ്പോൾ അതൊരു ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ആ ഒരു സമയം മുതലേ ഹി ഹാസ് ബീൻ എക്സ്പീരിയൻസിങ് ഇറ്റ്. ഇതൊന്നും ആ ഒരു പ്രായത്തിൽ ആരും 17 വയസ്സ് 18 വയസ്സിലൊന്നും ഫേസ് ചെയ്യേണ്ട കാര്യങ്ങളല്ല. ഞാൻ പേഴ്സണലി അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞു, അതിന്റെ ഒരു പൃഥ്വിരാജ് എന്ന പേരിന് ശേഷം വരുന്ന ഒരു പേരുണ്ട്, അതാണ് എന്നിലേക്ക് ആൾക്കാർ വരാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്. പക്ഷെ അതൊന്നും അങ്ങനെ വന്നിട്ട് ഇത്രയും വലിയ അപകടങ്ങൾ സംഭവിക്കുന്ന അത്ര നല്ല കാര്യമൊന്നുമല്ല. സോ ബീങ് നെപ്പൊക്കെ ഇട്ട് ഭയങ്കര പ്രശ്നമാണ്. സാധാരണ ആൾക്കാരായിട്ട് വരുന്നതാണ് കുറച്ച് സുഖം. അപ്പോൾ ഇങ്ങനൊരു പ്രോസസ്സ് നമ്മൾ കാണുമ്പോൾ അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യുമ്പോൾ, ഈ നമ്മളിപ്പോൾ കുറെ സീനുകൾ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒരു ഷോട്ട് കഴിഞ്ഞ് എല്ലാ കാര്യത്തിനും അദ്ദേഹം എല്ലാത്തിനും ശ്രദ്ധയുണ്ട്, അങ്ങനെ നമുക്കൊന്നും ജനറൽ പറ്റാറില്ല. അപ്പൊ ഞാൻ കഴിഞ്ഞ ചിലപ്പോൾ നിങ്ങൾ ഒരാളൊരു ഇന്റർവ്യൂ ചെയ്യുന്ന പോലെ ആയിരിക്കും ഞാൻ ചിലപ്പോൾ അദ്ദേഹത്തോട് പലപ്പോഴും സംസാരിക്കുന്നത്. അതെങ്ങനെയായിരിക്കും, അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്, അതെന്താണ് അങ്ങനെ ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രയും ദിവസം ഞാൻ വർക്ക് ചെയ്തിട്ട് ആസ് എൻ ആക്ടർ ഞാൻ ആക്ച്വലി എൻ്റെ ഒരു ഓറിയന്റേഷൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് ഇപ്പോൾ എന്ന് ഞാൻ പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്ടറിന് ഇത്രയും കാര്യങ്ങൾ അറിയേണ്ട കാര്യമുണ്ട്. കാരണം ഒരു ഷോട്ടിന് വന്ന് നിൽക്കുമ്പോൾ ഹി വെരി വെൽ നോസ് മറ്റേ ആൾ എന്ത് ചെയ്യണമെന്നും, അല്ലെങ്കിൽ ആ ക്യാമറ എങ്ങനെ വരുമെന്നും, അല്ലെങ്കിൽ എന്തൊക്കെ അവിടെ സംഭവിക്കുന്നു, ഹീസ് വെരി മച്ച് അവെയർ. ഞാൻ അങ്ങനെ അവെയർ ആയിട്ടുള്ള ആളെയല്ല, അങ്ങനത്തെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുമില്ല. അപ്പൊ ഈ ഷോട്ട് കഴിഞ്ഞ് നേരെ പോവുകയും നേരെ സ്പോട്ട് എഡിറ്റർ അവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് ആ ടിൽട്ടപ്പിൽ കട്ട് ചെയ്യില്ലേ അല്ലേ അവിടെ നല്ല എന്നൊക്കെ പറയുമ്പോൾ, അപ്പൊ ഞാനെന്നിട്ട് ഇപ്പൊ നമ്മൾ ഫെലോ ആക്ടേഴ്സ് മറ്റുള്ളവരുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇന്നും അങ്ങനത്തെ ഒരു സംഭവം വന്ന സമയത്ത് ഞാനിങ്ങനെ അത് കഴിഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ടോ ഞാൻ എന്നിട്ട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആവുന്നു. പറഞ്ഞു ഒരു കാര്യം ആവശ്യവുമില്ല ഇതൊന്നും അറിഞ്ഞിരിക്കേണ്ടത്. കാരണം പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറഞ്ഞ ആള് ചിലപ്പോൾ സിനിമയിൽ വന്ന്
നമ്മൾ പണ്ട് തമാശയ്ക്ക് നമ്മൾ പറയുന്ന പോലെ എന്തും ചെയ്യും പൃഥ്വിരാജ് സുകുമാരൻ, എല്ലാത്തിലും ഈസ് ഇൻവോൾവ്. അപ്പൊ അത് ഒരു അങ്ങനത്തെ ഒരു ഘട്ടം വരുന്ന സമയത്ത്, അങ്ങനെ ഒരു മൊമെന്റ് വരുന്ന സമയത്ത് പുള്ളി അതിൽ ഇൻവോൾവ് ആവുകയും അതെനിക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ ഒന്നും ഇല്ലാതെ എല്ലാ ഇൻസ്ട്രക്ഷൻസും കേട്ട് ഇതൊന്നും അറിയാത്ത പോലെ നിന്നത് കേട്ട് അനുസരിച്ച് നിൽക്കുന്നതും കണ്ടിട്ടുണ്ട്. ഞാൻ വൈശാഖേട്ടനോട് ഞാൻ ചോദിച്ചു, വൈശാഖേട്ട എങ്ങനെയുണ്ട് വർക്കിംഗ് വിത്ത് പൃഥ്വിരാജ് എന്ന് പറയുമ്പോൾ പുള്ളി പറയുന്നത് സുഖമല്ലേ, കാരണം ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ട, കാരണം കൃത്യമായിട്ട് അദ്ദേഹം അവർ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഒരു സബ്ജക്ട് പറയുമ്പോൾ അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ ആ സ്ക്രിപ്റ്റിലൂടെ അല്ലെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഇവർ തമ്മിൽ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് വരും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണ്ട, അവർ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. കാരണം രാജുവേട്ടനറിയാം വൈശാഖേട്ടൻ എവിടെയാണത് ഒരു പ്രോബ്ലം കാണുന്നത്, ഈ ഒരു സീൻ ചെയ്യുന്ന സമയത്ത് ആ ഷോട്ട് കറക്റ്റ് അല്ലെങ്കിൽ അദ്ദേഹം കട്ട് പറയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് അറിയാം അതിപ്പോൾ ശരിയായിട്ടില്ല എന്ന് പറയും. അത് ഭയങ്കര ഭാഗ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അങ്ങനെ ഓരോ കാര്യങ്ങളും എക്സിക്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ നോബഡിയിൽ പക്ഷേ ഞാൻ കണ്ടിട്ടുള്ളത് ഈ അദ്ദേഹത്തിന്റെ ട്രേറ്റ്സ് ഒന്നുമില്ലാതെ അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ പറ്റുകയും നമ്മൾ ഈ പറഞ്ഞ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ പൃഥ്വിരാജിന്റെ എലിമെന്റ്സ് ഒന്നും കാണാതെ നമ്മൾ ആ ഒരു സിനിമ കാണാൻ സാധിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് എൻ ആക്ടർ ഹു വോണ്ട് ടു അത്രയും അംബീഷൻസ് ഉള്ള ഒരാൾക്ക് ഭയങ്കര രസകരമായ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് ഈ വർക്കിംഗ് വിത്ത് മാൻ. ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. അതെനിക്ക് വല്ലാതെ ഞാനതിൽ ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്കത് ഭയങ്കര ഈ കഴിഞ്ഞ 2026 ഭയങ്കര നല്ലൊരു വർഷമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രം ന്യൂ ഇയർ ആയപ്പോൾ തൊട്ട് തന്നെ ഐ ബീൻ വർക്കിംഗ് വിത്ത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഏറ്റവും കൂടുതൽ ഒരു സപ്പോർട്ട് തന്നിട്ടുള്ള അത് ഒരു കോൺഷ്യസ് ഡിസിഷൻ ഒന്നും അല്ല കേട്ടോ. ഇയാളെ ഞാൻ അങ്ങനെ സപ്പോർട്ട് ചെയ്തേക്കാം എന്നൊന്നുമല്ല, അത് ഭയങ്കര ഓർഗാനിക് ആണ്. അപ്പൊ എനിക്കൊരു 3-4 വർഷം മുമ്പാണ് എൻ്റെ അടുത്ത് ഈ റൊഷാക്കിനെ പറ്റിയിട്ട് അദ്ദേഹം പറയുകയും നന്നായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നത്. അതിനൊരു 12 വർഷം മുമ്പാണ് ടോവിനോ എന്നോട് പറയുന്നത് പുള്ളി ഭയങ്കര രസമാണ്, ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും ആൾക്കാരെ, അത് പുള്ളി കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യും. ഇതൊക്കെ വരുന്ന സമയത്ത് പുള്ളി ഡെഫിനറ്റ് ആയിട്ടും സഞ്ജു നിങ്ങളുടെ അടുത്ത് വരും എന്നൊക്കെ പറഞ്ഞ് അതെനിക്ക് കൃത്യമായി സംഭവിക്കുകയും അതിനുശേഷം ഇത്ര വർഷം കണ്ട് 4.5 സംഘം എന്ന് പറഞ്ഞ വെബ് സീരീസ് കണ്ട് അതിനെപ്പറ്റി അഭിപ്രായം പറയുകയും അതെന്റെ ഡയറക്ടർ എന്നോട് വന്ന് പറയുകയും ചെയ്തിട്ട് അതിനുശേഷം അദ്ദേഹമാണ് എന്നെ ഈ സിനിമയിൽ ഖലീഫ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതല്ലേ എനിക്ക് കിട്ടുന്ന ഭയങ്കര ഒരു അത് ഞാൻ ഒത്തിരി സംതൃപ്തനാണ്. ഞാൻ ഇത്ര നാൾ ചെയ്ത വർക്ക് കറക്റ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അവിടെയാണ്. ആ പ്രോസസ്സിൽ വിശ്വസിച്ചുകൊണ്ട് കാരണം റിസൾട്ട് പലപ്പോഴും ഫേവറബിൾ ആയിരുന്നില്ല. ആ സമയത്ത് ഈ പ്രോസസ്സ് വിശ്വസിച്ചുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ നടക്കുന്നത്. എന്തായാലും ഞാൻ ഇപ്പോഴും പറഞ്ഞ ഈ ഒരു പ്രോസസ്സ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു. ഒരു ഭയങ്കര ലേണിംഗ് കർവ് ആണ്. അടിപൊളിയാണ് വർക്കിംഗ് വിത്ത് ദിസ് ഗ്രേറ്റ്. താങ്ക് യു സോ മച്ച്. എല്ലാവരും ക്വസ്റ്റ്യൻസ് ചോദിച്ചു, എല്ലാവർക്കും ഇഷ്ടമുള്ള ആൻസേഴ്സ് കിട്ടി. കുറച്ചു നേരം കൂടെ എന്താണ് മൂവി ജൂലൈ 9 വരികയാണ്. ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും. ഒരു എന്നോട്ട് പോലെ. എന്താണ് രാജുവൻ ലാസ്റ്റ് ഞങ്ങളോട് പറയാനുള്ളത്? കുറച്ചു നേരം കണ്ടിരിക്കാൻ വേണ്ടി പറഞ്ഞു ചോദിച്ചു. ആൾക്കാർക്ക് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പീസ് ഓഫ് സിനിമ അത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ അറ്റംപ്റ്റ്. അല്ലാതെ ഇതിനകത്ത് നിസാമോ സമീറോ ഞാനോ സുപ്രിയോ മുകേഷ് ആർ മേത്ത സാറോ CV സാരഥിയോ ആരും തന്നെ, ഇതിന്റെ പ്രൊഡ്യൂസേഴ്സിന്റെ പേരാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, ആരും തന്നെ നമുക്കൊരു ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു സിനിമ എടുത്തേക്കാം എന്നൊന്നും വിചാരിച്ചെടുക്കുന്ന സിനിമയല്ല. ദി അറ്റംപ്റ്റ് ഇസ് ടു മേക്ക് an entertaining, engaging piece of cinema. അതിന് വി ആർ വെരി പ്രൗഡ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ഓക്കെ ഈ സിനിമ അതിന്റെ 100% പൊട്ടൻഷ്യൽ എത്താൻ ഞങ്ങളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ചെയ്തത് നിസാമിനെ പോലെ അത്രയും ക്രാഫ്റ്റ് ഉള്ള ഒരു ഡയറക്ടർക്ക് വേണ്ടിയാണ് എന്നുള്ളതും ആ ക്രാഫ്റ്റ് അയാൾ ഭയങ്കരമായിട്ട് ഈ സിനിമയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് ആസ് എ ഫെല്ലോ ഫിലിം മേക്കർ എനിക്ക് തോന്നി എന്നുള്ളതും ഞാൻ ഈ സിനിമ കണ്ടതാണ്. ഞാൻ നോബഡി എന്ന് പറഞ്ഞ സിനിമ കണ്ടതാണ്. ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ദ ക്രാഫ്റ്റ് എന്ന്. എനിക്കത് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തത്. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ദിസ് ഇസ് ദ കൈൻഡ് ഓഫ് ഫിലിം ദാറ്റ് ഐ വുഡ് മേ ബി സീ കുറെ നാൾ എനിക്ക് ഒന്നുകൂടെ കാണും. ഞാൻ ചിലപ്പോൾ ഇതിന് OTT-യിലൊക്കെ എന്തെങ്കിലും വരുമ്പോൾ ഐ വുഡ് വാച്ച് ഇറ്റ് അഗെയിൻ. അങ്ങനത്തെ ഒരു സിനിമ എനിക്ക് മേ ബി നോട്ട് ഫോർ യു, മേ ബി നിങ്ങളിത് കണ്ടിട്ട് ഇൻട്രോ എല്ലാം എന്ത് തന്നെ പടം ട്രെയിൻ പോയിരിക്കും കേട്ടോ, എനിക്കറിയില്ല. പക്ഷെ അത് എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായ സിനിമയാണ്. ആൻഡ് ഐ ഹോപ്പ് എന്റെ ഈ തോന്നലിനോട് ഓഡിയൻസസ് അറൌണ്ട് ദ വേൾഡ് വിൽ റെസനേറ്റ്. ഇത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ഒരു വളരെ അംബീഷ്യസ് ആയ ഒരു സിനിമയാണ്. ആൻഡ് ആസ് ഓൾവേസ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ ഞാൻ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. ഐ ആം എ ഡീസെന്റ്ലി പെയ്ഡ് ആക്ടർ. അപ്പൊ ഞാൻ അഭിനയിക്കുന്നത് എനിക്ക് നല്ല കാശ് കിട്ടുന്നുണ്ട്. ഞാൻ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എനിക്ക് വലിയ നഷ്ടമൊന്നും ഉണ്ടാകാതിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ആൻഡ് അത് ജസ്റ്റ് ടു കീപ്
സപ്പോർട്ടിങ് ഗ്രേറ്റ് സിനിമ ആസ് മച്ച് ആസ് ഐ ക്യാൻ. ഇനി എനിക്ക് ആഗ്രഹമുണ്ട്, എൻ്റെ അടുത്ത് കഥ പറയാൻ വരുന്നതിൽ 99.9% കഥകളും എന്നെ നായകനാക്കി ഉള്ള കഥകളാണ്. ഞാൻ ആക്ച്വലി 4 സംഘം കാണാനിടയാവുന്നത് തന്നെ ആദ്യമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥ, ഞാൻ അഭിനയിക്കാത്തൊരു കഥ, ഞാൻ അഭിനയിക്കേണ്ട ആവശ്യമില്ല, ഇത് വേറെ ആൾക്കാർ അഭിനയിച്ചാൽ മതി എന്നൊരു കഥ കൃഷാൻ എന്ന് പറഞ്ഞ സംവിധായകനാണ് എന്ന് പറയുന്നത്. അപ്പൊ അതിലെ ഒരു നായക കഥാപാത്രം സഞ്ജു ആണ് ചെയ്യാനിരുന്നത്. എന്നോട് ആ കഥ എന്നോട് ആ കഥ പറഞ്ഞപ്പോ അപ്പൊ എന്നാലാണ് ഞാൻ എന്നാ പിന്നെ ഇപ്പോ ഇയാളുടെ സിനിമയ്ക്ക് വേണ്ടി ഞാൻ കാശ് കൊടുക്കാൻ പോവാണല്ലോ, അപ്പൊ ഇയാൾ അഭിനയിച്ച സാധനം കണ്ടേക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ 4 സംഘം കാണുന്നത്. പക്ഷെ കൃഷാന്ത് അത് പിന്നീട് എഴുതി പൂർത്തിയാക്കിയിട്ടില്ല. ഐ ഡോണ്ട് നോ, മേ ബി സംഡേ ഹിൽ കം ആൻഡ് ടെൽ മീ. അങ്ങനെ 4 സംഘം കണ്ടതിന് ശേഷമാണ് ഞാൻ ജിനുവിനെയും വൈശാഖിനെയും വിളിച്ചിട്ട് നമുക്ക് ഖലീഫയുടെ സമദ് എന്ന് പറയുന്ന ക്യാരക്ടറിന് സഞ്ജുവിനെ കാസ്റ്റ് ചെയ്യാൻ ഞാൻ പറയുന്നത്. അപ്പൊ ഇറ്റ്സ് ഓൾ ഇന്റർ കണക്റ്റഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ദിസ് ഇസ് എ ഫിലിം ദാറ്റ് ഇസ് വെരി ഓണസ്റ്റ്, വളരെ സത്യസന്ധമായി ചെയ്തൊരു സിനിമയാണ്. ആൻഡ് അഗെയിൻ ഐ വിൽ റാപ്പ് ഇറ്റ് അപ്പ് വിത്ത് ദ സെയിം തിങ് ദാറ്റ് ഐ സെഡ്. ദിസ് ഇസ് എ ഫിലിം ദാറ്റ് ഐ എം ഹ്യൂജ്ലി എക്സൈറ്റഡ് അബൌട്ട് ആസ് എൻ ആക്ടർ. കാരണം ഒരുപാട് മെറ്റീരിയൽ എനിക്ക് കിട്ടി എന്ന് എനിക്ക് തോന്നുന്ന ഒരു സിനിമയാണ്. There was really lot of material that is written for an actor, and I had a director who was very, very clear in what he wanted from his main lead actor. So ആ പ്രോസസ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരു സാധനമാണ്. And I hope I make a lot of films with Nizam and Samir again.